ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന മൂന്നാമതൊരു ചാപ്റ്റർ നമ്മൾ മെട്രിസസ് എന്ന് പറയുന്ന യൂണിറ്റ് പഠിച്ചു, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പഠിച്ചു, പിന്നെ വിനോദ് സാറ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി പഠിപ്പിച്ചു. അപ്പോൾ ഞാൻ പിന്നെ ഇൻവേഴ്സ് പഠിപ്പിച്ചു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറ്റർമിനൻസ്, അപ്പോൾ നാലാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഡിറ്റർമിനൻസ് എന്താണ്, ഡിറ്റർമിനന്റ് എന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ്. അപ്പോൾ ആർക്കാണ് ഡിറ്റർമിനന്റ് ഉള്ളതെന്ന് ചോദിച്ചാൽ മെട്രിക്സുകളിൽ നിന്നൊരു കണ്ടിന്യൂഷനാണ് ഡിറ്റർമിനന്റ്. അപ്പോൾ ഏതുതരം മെട്രിക്സുകൾക്കാണ് ഡിറ്റർമിനന്റ് ഉള്ളതെന്ന് ചോദിച്ചാൽ സ്ക്വയർ മെട്രിക്സുകൾക്കാണ് ഡിറ്റർമിനന്റ് ഉള്ളത്. ആർക്കാണ് ഡിറ്റർമിനന്റ് ഉള്ളത്? സ്ക്വയർ മെട്രിക്സുകൾക്കാണ് ഡിറ്റർമിനന്റ് ഉള്ളത്. അപ്പം only square matrix has ഡിറ്റർമിനന്റ്. അപ്പോൾ സ്ക്വയർ മെട്രിക്സുകൾക്കാണ് ഡിറ്റർമിനന്റ് ഉള്ളത്. പിന്നെ ആ ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ ഒരു നമ്പർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊരു സ്ക്വയർ മെട്രിക്സിനെ നമുക്കൊരു നമ്പറായിട്ട് അസോസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ആ നമ്പർ പിന്നെ റിയൽ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ. അപ്പോൾ only square matrix have ഡിറ്റർമിനൻസ്. അപ്പോൾ സ്ക്വയർ മെട്രിക്സുകൾക്കാണ് എന്തുള്ളത്? ഡിറ്റർമിനന്റ് ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർഡർ 1 ആണെങ്കിൽ, ഓർഡർ 1 എന്ന് പറയുമ്പോൾ ഒരു റോയും ഒരു കോളവും, ഓർഡർ 1 ആയിട്ടുള്ള ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ആ നമ്പർ തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് മെട്രിക്സ് -10. ഇതിന്റെ ഡിറ്റർമിനന്റ് നമുക്ക് ഡിനോട്ട് ചെയ്യാം ഡെൽറ്റ എന്നോ, അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ എന്നോ, അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് വേണം. ഇത് റീഡ് ആസ് ഡിറ്റർമിനന്റ് ഓഫ് എ, അല്ലാതെ നോട്ട് മോഡുലസ് ഓഫ് എ. മോഡുലസ് അല്ല. അപ്പോൾ ഇതിന്റെ ഡിറ്റർമിനന്റ് വരും ഡിറ്റർമിനന്റ് -10. ഉത്തരം -10 തന്നെ, അല്ലാതെ 10 എഴുതിക്കളല്ല, മോഡുലസ് അല്ല. ഇനി നമ്മൾ ഓർഡർ 2 ആണെങ്കിൽ ഡിറ്റർമിനന്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓർഡർ 2 ആയിട്ടുള്ള ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. ഓർഡർ 2 വന്നാൽ നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യമാണ്. നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഓർഡർ 2 ആണെങ്കിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എ സമം ഉദാഹരണത്തിന് മെട്രിക്സ് 2 3 0 5. ഓർഡർ 2 ആണ്. ഓർഡർ 2 എന്ന് പറയുമ്പോൾ 2 റോസും 2 കോളംസും. അപ്പോൾ ഇതിന്റെ ഡിറ്റർമിനന്റ് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഡിറ്റർമിനന്റ് എ സമം ഡിറ്റർമിനന്റ് 2 3 0 5. നമുക്ക് ക്രോസ് ചെയ്യാം 10 - 0 സമം 10. ഇത് ഇവാലുവേറ്റ് ഇങ്ങനെയാണ്. ഇങ്ങനെ മൈനസ് ഇങ്ങനെ ക്രോസ് ചെയ്യുക, മൈനസ് ഇങ്ങനെ ക്രോസ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓർഡർ 3 ആയിട്ടുള്ള ഒരു മെട്രിക്സിന്റെ, അല്ലെങ്കിൽ ആ മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഡിറ്റർമിനന്റിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ഓർഡർ 3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 റോസ് 3 കോളംസ്. നോക്കിയിരിക്കണം, മെട്രിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് A11 A12 A13 A21 A22 A23 A31 A32 A33. ഇതാണ് ഓർഡർ 3 ആയിട്ടുള്ള ഒരു മെട്രിക്സ് അല്ലേ. അപ്പോൾ ഓർഡർ 3 ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണത്. A11 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ആദ്യത്തെ റോയിനെയും ഇത് കോളത്തിനെ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് കോളത്തിന്റെ ഫസ്റ്റ് എലമെന്റ്, അതായത് ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ്, ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഫസ്റ്റ് റോയുടെ സെക്കൻഡ് എലമെന്റ്, ഫസ്റ്റ് റോയുടെ തേർഡ് എലമെന്റ്. അല്ലെങ്കിൽ തിരിച്ചു പറയാം ഫസ്റ്റ് കോളത്തിന്റെ ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് കോളത്തിന്റെ ഫസ്റ്റ് എലമെന്റ്, തേർഡ് കോളത്തിന്റെ ഫസ്റ്റ് എലമെന്റ്. ആ രീതി നമുക്ക് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് നമുക്ക് ഡിനോട്ട് ചെയ്യാം ഡെൽറ്റ സമം ഡിറ്റർമിനന്റ് A11 A12 A13 A21 A22 A23 A31 A32 A33. ഇങ്ങനെയാണ്. ഈ രീതി നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ നമുക്കറിയാം ഡെൽറ്റ സമ ഡിറ്റർമിനന്റ് A11 A12 A13 A21 A22 A23 A31 A32 A33. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡിറ്റർമിനന്റ് നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? നമുക്ക് ഇഷ്ടമുള്ള റോയോ കോളോ എടുത്ത് എക്സ്പാൻഡ് ചെയ്യാം. ഒന്നുകിൽ ഫസ്റ്റ് റോ, അല്ലെങ്കിൽ സെക്കൻഡ് റോ, അല്ലെങ്കിൽ തേർഡ് റോ, അല്ലെങ്കിൽ ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം തേർഡ് കോളം. ഇഷ്ടമുള്ള റോയോ കോളോ എടുത്ത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അതാണ് ഓർഡർ 3യുടെ പ്രത്യേകത. ഓർഡർ 3 വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള റോയോ കോളോ എടുത്ത് എക്സ്പാൻഡ് ചെയ്യാം. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആൻസർ ഒന്നുമല്ല കിട്ടുന്നത്. നമ്മൾ ഇതിൽ ഏത് റോ എടുത്ത് എക്സ്പാൻഡ് ചെയ്താലും, അല്ലെങ്കിൽ ഏത് കോളം എടുത്ത് എക്സ്പാൻഡ് ചെയ്താലും, ഇപ്പൊ എക്സ്പാൻഷൻ എങ്ങനെയാണെന്ന് നമ്മൾ ഇപ്പൊ പറയും, എക്സ്പാൻഡ് ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓർഡർ 3 ആണെങ്കിൽ ഇഷ്ടമുള്ള റോയോ കോളോ എടുത്ത് എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ ഏത് റോ എടുത്ത് എക്സ്പാൻഡ് ചെയ്താലും, അല്ലെങ്കിൽ ഏത് കോളം എടുത്ത് എക്സ്പാൻഡ് ചെയ്താലും ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പോകും. ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ തിയറിയാണ് പറയുന്നത്. അതിന്റെ ഷോർട്ട് കട്ട് മെത്തേഡ് പിന്നീട് നമ്മൾ പറയും. ഇപ്പോൾ തിയറി ഇത്രയേ ഉള്ളൂ. എക്സ്പാൻഷൻ എല്ലാം
expansion along first row വെച്ച് ഞാൻ എക്സ്പാൻഡ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ സമം നോക്കിയിരിക്കണം. അപ്പോൾ ഈ റോ വെച്ചാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യത്രേ ഉള്ളൂ, ഈ റോയുടെ ആദ്യത്തെ എലമെന്റ് ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ് അതിനെ -1 ആ സഫിക്സ് അല്ല അതിനെ സം കൊണ്ട് ഗുണിക്കുക. പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. തിയറി ആയിട്ട് പറയാൻ ഒരു കൺഫ്യൂഷൻ തോന്നും, പിന്നീട് നമ്മൾ ഷോർട്ട് മെത്തേഡ് പറയും. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യണം. ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആദ്യം ഫസ്റ്റ് എലമെന്റ് എടുക്കുക. ഈ എലമെന്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു -1 ആ സഫിക്സ് 1 അതിന്റെ സം അതുകൊണ്ട് മൾട്ടിപ്ലൈ. ഇനി ചെയ്യേണ്ട പരിപാടി ഈ എലമെന്റിനെ നമ്മൾ മൾട്ടിപ്ലൈ. ഈ എലമെന്റ് ലൈസ് ചെയ്യുന്ന ആ എലമെന്റ് കിടക്കുന്നത് ആ എലമെന്റ് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്, അല്ലെ ആ എലമെന്റ് എവിടെയാണോ ലൈസ് ചെയ്യുന്നത് ആ ലൈസ് ചെയ്യുന്ന റോയും കോളം ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ലൈസ് ചെയ്യുന്ന റോ ഇതാണ്, കോളം അത് ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ശേഷിക്കുന്ന ഒരു സബ് ഡിറ്റർമിനന്റ് കിട്ടും, ചെറിയ ഡിറ്റർമിനന്റ് കിട്ടും. ഇത് ലൈസ് ചെയ്യുന്ന ഈ റോയും ഈ കോളവും ആ എലമെന്റ് കിടക്കുന്ന റോയും കോളവും തന്നെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ അതിനെ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്കൊരു സബ് ഡിറ്റർമിനന്റ് കിട്ടി. ആ ഡിറ്റർമിനന്റ് ആണ് A22 A23 എന്താ A32 A33 പ്ലസ് ഇതേമാതിരി ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ് എടുത്തു. ഇനി ഇതേമാതിരി സെക്കൻഡ് എലമെന്റ് എടുക്കുമ്പോൾ അവിടെയും ചെയ്യണമെങ്കിൽ തന്നെ -1 സഫിക്സിന്റെ സം 1 + 2 into A12. ഇനി ആ എലമെന്റ് ലൈസ് ചെയ്യുന്ന റോയും കോളം. ഈ എലമെന്റ് ആണ്, ഈ എലമെന്റ് ലൈസ് ചെയ്യുന്ന റോ ഇതാണ്, കോളം. പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ആ എലമെന്റ് ലൈസ് ചെയ്യുന്ന റോ ഇതാണ്, കോളം. ബാക്കി കിട്ടുന്ന സബ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് A21 A23 ഇതും വരും A31 A33. പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഫസ്റ്റ് റോ വെച്ചാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്ത ഭാഗത്ത് നമ്മൾ ആദ്യത്തെ എലമെന്റ് ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ് എടുത്തു. അതിനെ -1 ആ സഫിക്സിന്റെ സം പവറായിട്ട് അതുകൊണ്ട് ഗുണിച്ചു. എന്നിട്ട് അടുത്ത നമ്മുടെ കഥ അവസാനിച്ചില്ല. ആ എലമെന്റ് ലൈസ് ചെയ്യുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്തു. ശേഷിക്കുന്ന സബ് ഡിറ്റർമിനന്റ് പിന്നെ പ്ലസ് രണ്ടാമത്തെ എലമെന്റ് എടുത്തു. അപ്പോൾ -1 അതിന്റെ സഫിക്സ് 1 2 ആണ്. അപ്പോൾ അതിന്റെ സം ഇനി ആ എലമെന്റിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ എലമെന്റ് ലൈസ് ചെയ്യുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്തു. ബാക്കി അതാണ്. അപ്പോൾ ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റ് എടുത്തു. ഇനി തേർഡ് എലമെന്റ് എടുക്കാൻ പോകും. തേർഡ് എലമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് A13 എന്നല്ലേ, അതിനെ -1 അപ്പോൾ 1 + 3 A13 അത് ലൈസ് ചെയ്യുന്ന ഈ എലമെന്റ് ലൈസ് ചെയ്യുന്ന റോയും കോളവും കാണാം. അപ്പം നമ്മൾ ചെയ്യണത്രേ ഉള്ളൂ, ഏത് എലമെന്റ് എടുക്കുന്ന ആ എലമെന്റിന്റെ നേർക്കുള്ളത് റോ കോളം. ഇതായപ്പോൾ ഈ റോ ഈ കോളം കാണാം, ഇതായപ്പോൾ ഈ റോ ഈ കോളം. അപ്പൊ ഈ റോയും ഈ കോളവും ബാലൻസ് എന്ത് വരും? A21 A22 A31 A32. ഇനി -1 മണ്ടയ്ക്ക് ഇതാണ്, ഇത് 2 എന്ന് വരും. അപ്പോൾ -1 മണ്ടയ്ക്ക് ഈവൻ നമ്പർ വന്നാൽ പ്ലസ്, ഇത് +1 എന്ന് വരും. അപ്പോൾ A11 തന്നെയാണ്. ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ അറിയാം, ഇങ്ങനെ മൈനസ്. ഇനി ഇവിടെ -1 മണ്ടയ്ക്ക് ഓഡ് നമ്പർ വരും, അപ്പോൾ മൈനസ് വരും. അപ്പോൾ മൈനസ് ഇത് മൈനസ് വരും. അപ്പോൾ ആദ്യത്തെ പോസിറ്റീവ് പിന്നെ നെഗറ്റീവ്. ഇത് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം. പിന്നെ അടുത്തതാണ് -1 മണ്ടയ്ക്ക് ഈവൻ നമ്പർ ആണ്, അപ്പോൾ അത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഒറ്റ കാര്യമുള്ളൂ, ഫസ്റ്റ് ടൈമിന് പോസിറ്റീവ്, സെക്കൻഡ് ടൈം നെഗറ്റീവ്, തേർഡ് ടൈം പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. ഇത് ഓർത്ത് വയ്ക്കുക. ഇതാണ് ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരുമെന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആദ്യ ടൈം പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ്. അപ്പോൾ വീണ്ടും ഒരു സംശയം ഉണ്ടാവും, ആദ്യ ടൈം പോസിറ്റീവ് ആണെങ്കിൽ കൂടി ഈ എലമെന്റ് ഒരുപക്ഷെ നെഗറ്റീവ് ആണെങ്കിൽ -1 ആണെങ്കിൽ ഇത് ഓൾറെഡി പോസിറ്റീവ് ആണ്, പക്ഷേ -1 ആണെങ്കിൽ അത് എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. പറയുന്നത് മനസ്സിലായാലും ഇതുപോലെ സെക്കൻഡ് റോ തേർഡ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. ഉദാഹരണത്തിന് സെക്കൻഡ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. സെക്കൻഡ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ എലമെന്റ് എടുക്കും. അപ്പോൾ ഇതിനെ നമ്മൾ -1 2 + 1 അപ്പോൾ 3 വരും. അപ്പോൾ ആദ്യ ടൈമിൽ -1 മണിക്ക് ഓഡ് നമ്പറാണ്, അപ്പോൾ ആ ഫസ്റ്റ് ടൈമിൽ നെഗറ്റീവ് വരും. അടുത്തെടുക്കുമ്പോൾ 2 + 2 4 വരും, അപ്പോൾ അത് പോസിറ്റീവ് വരും. ഇത് 2 + 3 5 അത് നെഗറ്റീവ്, മീൻസ് ഓഡ് നമ്പർ. ഈ എലമെന്റ് എടുക്കുമ്പോൾ ഈ എലമെന്റ് ലൈസ് ചെയ്യുന്ന ഈ റോയും ഈ കോളവും ബാക്കിയാണ് ഇത് വരുന്നത്. ഇതെടുക്കുമ്പോൾ ഇത് ലൈസ് ചെയ്യുന്ന ഈ റോയും ഈ കോളവും ബാക്കി എന്ത് വരും? ഇത് ലൈസ് ചെയ്യുന്ന ഈ റോയും ഈ കോളവും ബാക്കി എന്ത് വരും? ഇതും ഇതും വരും. ഇനി ഇതെടുക്കുമ്പോൾ ഈ എലമെന്റ് ലൈസ് ചെയ്യുന്ന ഈ റോയും ഈ കോളവും ബാക്കി ഇത് വരും. ഇതുപോലെ തേർഡ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. ഫസ്റ്റ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യാം, സെക്കൻഡ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യാം, തേർഡ് റോ. ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ആദ്യം -1 + 1 + 2. എന്നിട്ട് ഈ എലമെന്റ് ആ എലമെന്റ് മൾട്ടിപ്ലൈ അത് ലൈസ് ചെയ്യുന്ന ഈ റോയും കോളവും ബാക്കി വരും.
അടുത്ത രണ്ടാമത് എടുക്കുമ്പോൾ -1 2 + 1 2 + 1 3 ആണ്. അപ്പം അത് നെഗറ്റീവ് ആയിട്ട് വേണം. അത് ലൈസ് ചെയ്ത് പോയി കോളം പോയി ബാലൻസ് ചെയ്ത് വരും. അടുത്ത ലാസ്റ്റ് -1 3 + 1 3 + 1 അതിന് അതുകൊണ്ട് ഇതിനെ കുടിക്കുമ്പോൾ ഇത് ഇങ്ങനെ ലൈസ് ചെയ്യുന്ന ഈ റോയും ഈ കോളം ബാലൻസ് ചെയ്ത് വരും. ഈ രീതിയിൽ നമുക്ക് എഴുതാം. ഇതിൽ നമ്മൾ അവസാനം നമുക്ക് കിട്ടുന്ന ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഫസ്റ്റും തേർഡ് റോയോ കോളോ ആവട്ടെ. അപ്പോൾ ഫസ്റ്റ് റോയും തേർഡ് റോയും അപ്പോൾ ഫസ്റ്റ് ആൻഡ് തേർഡ് റോസ് ഓർ കോളംസ് റോ അല്ലെങ്കിൽ കോളം എടുത്ത് എക്സ്പാൻഡ് ചെയ്താൽ ആദ്യ ടൈം പോസിറ്റീവ് ആയിരിക്കും, പിന്നെ നെഗറ്റീവ് ആയിരിക്കും, പിന്നെ പോസിറ്റീവ്. ഫസ്റ്റും തേർഡ് റോ ആയാലും കോളായാലും. ഇനി സെക്കൻഡ് റോ അല്ലെങ്കിൽ കോളം, സെക്കൻഡ് റോ വെച്ചോ അല്ലെങ്കിൽ കോളം വെച്ചോ എക്സ്പാൻഡ് ചെയ്താൽ ആദ്യം പോസിറ്റീവ് നെഗറ്റീവ് പിന്നെ പോസിറ്റീവ് പിന്നെ നെഗറ്റീവ്. ഇതാണ് ഷോർട്ട്. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ എല്ലാവരും എഴുതുക. കൺസിഡർ അപ്പം എക്സ്പാൻഷൻ എന്താണ് ഇവാലുവേറ്റ് അങ്ങനെ അല്ലെങ്കിൽ ഓർഡർ 3 എന്ന് എഴുതാം. ഓർഡർ 3 എന്ന് എഴുതിയിട്ട് കൺസിഡർ ദ മെട്രിക്സ് സിമ്പിൾ A11 A12 A13 A21 A22 A23 A31 A32 A33 എന്ന് എഴുതി. ഇനി എഴുതുക ഡെൽറ്റ സമം ഡിറ്റർമിനന്റ് എഴുതും. പിന്നെ എഴുതുക എക്സ്പാൻഷൻ അലോങ് ഫസ്റ്റ് റോ. എക്സ്പാൻഷൻ അലോങ് ഫസ്റ്റ് റോ ഇത് നിങ്ങൾക്ക് എക്സ്പാൻഡ് അറിയാമോ? എക്സ്പാൻഷൻ അലോങ് ഫസ്റ്റ് റോ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യണം. ഇത് എഴുതിയതിനു ശേഷം നിങ്ങൾ ട്രൈ ചെയ്യണം എക്സ്പാൻഷൻ അലോങ് സെക്കൻഡ് റോ. സെക്കൻഡ് റോ എക്സ്പാൻഷൻ അറിയാമല്ലോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതാം. ഇത് എഴുതി കഴിഞ്ഞിട്ട് പെട്ടെന്ന് കുറിച്ചോ. ഇത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് ഓർഡർ 3 അല്ല, എക്സ്പാൻഷൻ അലോങ് സെക്കൻഡ് റോ. എക്സ്പാൻഷൻ അലോങ് സെക്കൻഡ് റോ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ സമം ഈ റോ വെച്ചാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ -1 ആ സഫിക്സിന് 3 2 + 1 3 A21 ഉണ്ടാകും. ഇനി അത് ലൈസ് ചെയ്യുന്ന ഈ റോയും ഈ കോളവും പോയി ബാക്കി എന്ത് വരും? A12 A13 A32 A33. ഇനി പ്ലസ് രണ്ടാമത്തെ എലമെന്റ് അപ്പോൾ -1 അവിടെ സഫിക്സ് 2 ആണ്. അപ്പോൾ 2 + 2 4. അപ്പം സോറി എലമെന്റ് എഴുതാം A22. ഇനി അത് ലൈസ് ചെയ്യുന്ന കാര്യം ഈ -1 സഫിക്സിന് സമക്കൊണ്ട് ആ എലമെന്റിനെ മൾട്ടിപ്ലൈ ആണ്. ഇനി അത് ലൈസ് ചെയ്യുന്ന ഈ റോയും ഈ കോളവും പോയി ബാലൻസ് എന്ത് വരും? A11 A13 എന്നാണ് A31 A33. അപ്പോൾ സെക്കൻഡ് പ്ലസ് അടുത്ത -1 ആദ്യത്തെ 2 + 1 3 ആയി. അടുത്ത 2 + 2 4 ആയി. അടുത്ത -1 വേണ്ടത് 2 + 3 5. ആ എലമെന്റ് എടുത്തു A23. ഇനി ഈ എലമെന്റ് ലൈസ് ചെയ്യുന്ന ഈ റോയും ഈ കോളവും പോകും ബാലൻസ് എന്ത് വരും? A11 A12. ഇത് ലൈസ് ചെയ്യുന്ന ഈ റോയും ഈ കോളവും പോയി അടുത്ത A31 A32. -1 പണ്ടേക്ക് ഓട് നമ്പറാണ്. അപ്പോൾ ഇത് നെഗറ്റീവ് ആവും. ഇത് എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ മൈനസ് ചെയ്യാം. എന്നിട്ട് ഇതുകൊണ്ട് എക്സ്പാൻഡ് ചെയ്താൽ അപ്പോൾ ഇവിടെ നെഗറ്റീവ് വരും. ഇത് പോസിറ്റീവ് ആവും, ഇത് നെഗറ്റീവ് ആവും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ സെക്കൻഡ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്തത്. ഇതുപോലെ തന്നെ ഇതും കൂടെ എഴുതി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി ഇതുപോലെ. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു ഫൈനൽ കൺസെപ്റ്റിലേക്ക് എത്താം. ഫൈനൽ കൺസെപ്റ്റ്
പെട്ടെന്ന് കുറിച്ചോളൂ. ഫൈനൽ കൺസെപ്റ്റ്. ഫൈനൽ കൺസെപ്റ്റ് ഓക്കെ. ഫൈനൽ കൺസെപ്റ്റിലേക്ക് പോവാണ്. കുറിച്ചോളൂ, നോട്ടായിട്ട് കുറിച്ചോളൂ. എക്സ്പാൻഷൻ along ഫസ്റ്റ് ആൻഡ് തേർഡ്, 1 3, ഫസ്റ്റ് ആൻഡ് തേർഡ് റോസ് ഓർ കോളംസ്, 1 3 വരികൾ അല്ലെങ്കിൽ നിരകൾ, റോസ് അല്ലെങ്കിൽ കോളംസ്. എക്സ്പാൻഷൻ along ഫസ്റ്റ് ആൻഡ് തേർഡ് റോസ് ഓർ കോളംസ്. തൊട്ട് താഴെ എഴുതുക ടേംസ് ആണ്. പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്. തൊട്ട് താഴെ എഴുതുക പോസിറ്റീവ് എന്ന് പറയാൻ ഫസ്റ്റ് ടൈം പോസിറ്റീവ് ആയിരിക്കും, സെക്കൻഡ് ടൈം നെഗറ്റീവ്, പോസിറ്റീവ്. ഇനി അടുത്ത ബി, അതിന്റെ ബി പാർട്ട്, ഇതേ പാർട്ട്, ബി പാർട്ട്. എക്സ്പാൻഷൻ along സെക്കൻഡ് റോ ഓർ കോളം, രണ്ടാമത്തെ റോയോ അല്ലെങ്കിൽ കോളമോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഷൻ along സെക്കൻഡ് റോ ഓർ കോളം. തൊട്ട് താഴെ നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്. ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, അത് നോട്ടായിട്ട് കുറിക്കേണ്ടതാണ്. ഈ കാൽക്കുലേഷൻ ഈസിയാണ്. നമുക്ക് ഇഷ്ടമുള്ള റോയോ കോളോ വെച്ച് എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞു. എങ്ങനെ എക്സ്പാൻഡ് ചെയ്താൽ ആൻസർ സെയിം ആയിരിക്കും. ഇനി ഈ കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടി നമുക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടി ഏതെങ്കിലും റോയിലോ കോളത്തിലോ മാക്സിമം സീറോസ് കണ്ടെയ്ൻ ചെയ്യുകയാണെങ്കിൽ ആ റോ അല്ലെങ്കിൽ കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യണം. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഏതെങ്കിലും റോയിലോ കോളത്തിലോ മാക്സിമം സീറോസ് ഉണ്ടെങ്കിൽ ആ റോ അല്ലെങ്കിൽ കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ നമ്മുടെ കാൽക്കുലേഷൻ ഈസിയാവും. അടുത്ത നോട്ട് എഴുതിക്കോളൂ. ഫോർ ഈസിയർ കാൽക്കുലേഷൻ calculations we shall expand the determinant along that row or column which contains maximum number of zeros, maximum number of zeros, ഇതാണ് എന്ന് പറഞ്ഞാൽ അത് അത്രയുള്ള മീനിങ്. കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടി നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഏത് റോയാണോ ഏത് കോളമാണോ എടുത്ത് എക്സ്പാൻഡ് ചെയ്ത് ആ കോളത്തിൽ മാക്സിമം സീറോസ് കണ്ടെയ്ൻ ചെയ്യുന്ന റോ അല്ലെങ്കിൽ കോളം എടുത്ത് എക്സ്പാൻഡ് ചെയ്താൽ നമ്മുടെ കാൽക്കുലേഷൻ എന്താവും, ഈസി ആവും എന്നാണ് പറയുന്നത്. നമുക്കൊരു പ്രോബ്ലത്തിലൂടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ പ്രോബ്ലം ഞാൻ പറയാം. ഇവാലുവേറ്റ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ്. ടെക്സ്റ്റുള്ള പ്രോബ്ലം തന്നെ നമുക്ക് ചെയ്യാം. ഡിറ്റർമിനന്റ് 1 2 4 first row ആണ് 1 2 4, second row -1 1 2 4 -1 3 0 third row 4 1 0 ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ ദാണ്ടെ ഇത് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. സെക്കൻഡ് റോയിൽ ഒരു സീറോ ആയിരുന്നു, തേർഡ് റോയിൽ ഒരു സീറോ. ഇത് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. തേർഡ് കോളത്തിൽ മാക്സിമം 2 സീറോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതെന്തിനാണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് റോയോ ഏത് കോളോ വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ ആൻസർ സെയിം ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യും.
ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്ന നമ്മൾ സാധാ കേസ്, നമ്മൾ ജനറൽ ആയിട്ടൊരു കേസ് ചെയ്യും, ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഒരു ഉത്തരം കിട്ടും, അവിടെ നിൽക്കട്ടെ. ഇനി ഇത് ഈ ഒരു പക്ഷേ ഈ ഒരു പ്രോബ്ലം വന്നാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടണം എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേഷൻ ഈസി ആകും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് തേർഡ് കോളത്തിലാണ് മാക്സിമം ഉള്ളത്. അപ്പോൾ തേർഡ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോഴും ആൻസർ നേരത്തെ കിട്ടിയ ആൻസർ കിട്ടും. അപ്പോൾ രണ്ടും എങ്ങനെ ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും എന്നുള്ളതാണ് ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ എക്സ്പാൻഷൻ അറൗണ്ട് ഫസ്റ്റ് റോ. അപ്പോൾ നിങ്ങൾ കുറിക്കുക ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് 1 2 4, സെക്കൻഡ് റോ -1 3 0, തേർഡ് 4 1 7 4 1 0. കുറച്ചുകൂടി എക്സ്പാൻഷൻ അറൗണ്ട് ഫസ്റ്റ് റോ. എക്സ്പാൻഷൻ അറൗണ്ട് ഫസ്റ്റ് റോ. ഫസ്റ്റ് റോ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഓർക്കുക ഡെൽറ്റ സമം ശ്രദ്ധിച്ചിരിക്കണേ. ആദ്യത്തെ പോസിറ്റീവ് അല്ല, ഈ എലമെന്റ് എടുക്കുക 1 പോസിറ്റീവ് ആണ് 1. ഒരുപക്ഷെ ഇവിടെ -1 ആണെങ്കിൽ ആൾറെഡി എന്തായി മാറും, -1 ആയി മാറും. അതുകൊണ്ട് ശ്രദ്ധിച്ചോളാം. -1 ആണെങ്കിൽ -1 ആണ്. പക്ഷേ ജനറലായിട്ട് നമ്മൾ പറയുമ്പോൾ ആദ്യത്തെ എന്താണ് പോസിറ്റീവ് ആണ്, പോസിറ്റീവ് 1 ആയിരുന്നു. ഇനി ആ എലമെന്റ് ലൈസ് ചെയ്യുന്ന ഈ റോയും കോളവും ബാലൻസ് 3 0 1 0 കണ്ട. ഒന്നുകൂടെ പറയുന്നു. ഫസ്റ്റ് റോ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ പോസിറ്റീവ് ആ എലമെന്റ് എഴുതി. ഇനി ആ എലമെന്റ് ലൈസ് ചെയ്യുന്ന റോയും കോളവും പോയി ശേഷിക്കുന്ന സബ് ഡിറ്റർമിനന്റ് ഇതാണ്. ആദ്യത്തെ പോസിറ്റീവ്, ഇനി മൈനസ്, സെക്കൻഡ് നെഗറ്റീവ്, രണ്ടാമത്തെ എലമെന്റ് അത് ലൈസ് ചെയ്യുന്ന റോയും കോളവും. ഇത് ലൈസ് ചെയ്യുന്ന റോ ഇതാണ് കോളം. ഈ 2 എന്നുള്ള എലമെന്റ് ലൈസ് ചെയ്യുന്ന റോ ഇത് കോളം. അപ്പോൾ ബാക്കി എന്ത് വരും, -1 0 4 0. ഒന്നുകൂടെ പറയുന്നു. ഈ എലമെന്റ് ലൈസ് ചെയ്യുന്ന റോ ഇത് കോളം. ആദ്യം പോസിറ്റീവ് പിന്നെ നെഗറ്റീവ്, ഇനി വീണ്ടും പോസിറ്റീവ്. അങ്ങനെയല്ലേ ഫസ്റ്റും തേർഡും വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. അടുത്ത മൂന്നാമത്തെ എലമെന്റ് അത് ലൈസ് ചെയ്യുന്ന ആ എലമെന്റ് ലൈസ് ചെയ്യുന്ന റോ ഇത് കോളം. ബാലൻസ് -1 3 കണ്ട 4 1. മനസ്സിലായല്ലോ? ചെയ്യാൻ പോവാണ്. 1 ആയിട്ട് 1 എഴുതേണ്ട ആവശ്യമില്ല. കഴിഞ്ഞാൽ 0 -0 1 into 0 -2 into 0 -0 plus 4 into -1 -12. ഇത് 0 വരും, 0 into 1 0, ഇത് 0 വരും, ഇത് 0. അപ്പോൾ ഈ രണ്ട് ടൈം 0 ആണ്. ലാസ്റ്റ് ടൈം 4 into -13 ഒരേപോലത്തെ ചിഹ്നമായിട്ട് കൂട്ടിയിടാതെ -13. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഇത് 12 സിസ്റ്റം ഒന്ന് 3നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതായത് 3നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 12 അപ്പം അതിൻ്റെ റിമൈൻഡർ 1 പിന്നെ 4 1 5 -15. ഇതാണ് ഫസ്റ്റ് ഓഫ് എക്സ്പാൻഷൻ. മനസ്സിലായല്ലോ? ഇനി നമ്മുടെ കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ മാക്സിമം സീറോസ് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ 0 ഇല്ല, ഇവിടെ ഇപ്പോൾ 7 8 ആണെന്ന് ഇരിക്കട്ടെ. 7 8 ആണെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ മതി. ഇപ്പം സാധാ കേസിൽ നമ്മൾ ഫസ്റ്റ് റോ വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ മതി. ഇനി മാക്സിമം സീറോസ് ഉണ്ടെങ്കിൽ അത് ഏത് റോയിലാണോ ഏത് കോളത്തിലാണോ എന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് അത് വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ മാക്സിമം സീറോസ് തേർഡ് കോളത്തിലാണ്. അപ്പോൾ നമുക്ക് തേർഡ് കോളം വെച്ച് കൂടെ എക്സ്പാൻഡ് നോക്കാം. അപ്പോൾ ഇവിടെ എഴുതണം എക്സ്പാൻഷനോ തേർഡ് കോളം, എക്സ്പാൻഷനോ തേർഡ് കോളം. ഞാൻ തേർഡ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യണേ, എക്സ്പാൻഷനോ തേർഡ് കോളം. അപ്പോൾ ഡെൽറ്റ സമം കേട്ടോ തേർഡ്, ഫസ്റ്റും തേർഡും വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തേർഡ് റോയോ കോളോ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ റോ ആയാലും കോളോ ആയാലും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ പോസിറ്റീവ്, അപ്പോൾ അതിൻ്റെ പോസിറ്റീവ്. തേർഡ് കോളം എക്സ്പാൻഡ് ചെയ്യണം 4 എടുത്ത്, അതിൻ്റെ പോസിറ്റീവ്. ഇനി ആ 4 ലൈസ് ചെയ്യുന്ന റോയും കോളവും കളഞ്ഞു, അത് ഇടുമ്പോൾ ബാക്കി -1 3 4 1 കണ്ടോ. ഇനി അടുത്ത രണ്ട് എലമെന്റ് എടുക്കണം, അത് പോസിറ്റീവ് പിന്നെ നെഗറ്റീവ് പിന്നെ പോസിറ്റീവ് ആണ്. അടുത്തെടുക്കുമ്പോൾ 0 ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല, 0 കൊണ്ട് മൾട്ടിപ്ലൈ 0, അപ്പോൾ 0 വന്ന പിന്നെ എഴുതേണ്ട ആവശ്യമില്ല, ഒറ്റ സ്റ്റെപ്പിൽ തന്നെ തീർന്നു. 4 into -1 -1 ഇത് -30 വരും, 4 into -30 -52. അപ്പോൾ മനസ്സിലായല്ലോ, ഏത് റോയോ കോളോ എക്സ്പാൻഡ് ചെയ്ത ആൻസർ സെയിം വരുമെന്ന് മനസ്സിലായി. പിന്നെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഏത് റോയിലാണോ ഏത് കോളത്തിലാണോ മാക്സിമം സീറോസ് കണ്ടെയ്ൻ ചെയ്യുന്നത് ആ റോ അല്ലെങ്കിൽ കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, ശരി, കുറിച്ചോ
ഇത് കുറച്ച് പ്രോബ്ലംസ് അങ്ങ് ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റി കിട്ടും. പിന്നെ ആദ്യം ഒരു സംശയം എടുക്കണം. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഏത് എലമെൻ്റ് ആണോ എടുക്കുന്ന എലമെൻറ്റിന് നേരെയുള്ളതാണ് പോകണം, താഴോട്ടുള്ളതാണ് പോകണം. ഈ എലമെൻറ്റ് ഈ റോ ഇത് പോകണം, ഈ എലമെൻ്റ് ആണെങ്കിൽ ഈ റോ ഈ പോകണം, ഈ എലമെൻ്റ് ആകുമ്പോൾ ഇത് റോ ഇത് പോകണം കേട്ടോ. ഈ എലമെൻ്റ് എടുക്കുന്നെങ്കിൽ ആ എലമെൻ്റ് അയച്ചുന്ന റോ ഇത് പോകണം, ഈ എലമെൻ്റ് എടുക്കുന്നെങ്കിൽ റോ ഇത് കോളം. അപ്പോൾ ഒരു സബ് ഡിറ്റർമിനന്റ് വരും. സബ് ഡിറ്റർമിനന്റ് ചെറിയ ഡിറ്റർമിനന്റ് ഓർഡർ 2 ആണ്. ആ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാൻ നമുക്കറിയാം, തണ് ഇങ്ങനെ ക്രോസ് ചെയ്യുക, മൈനസ് ചെയ്യാം. ഇത് ക്ലിയർ ആയിട്ടാണ് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ കണ്ടീഷൻ നമുക്ക് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.